ആവശ്യത്തിനുള്ള പച്ചരിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇന്നലെ സോയാ ചങ്ക്സ് റെസിപ്പിയുടെ കൂടെ ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ ഗ്യാസ് എല്ലാം കത്തിച്ച് നമ്മൾ കുക്കർ വയ്ക്കുകയാണ് കേട്ടോ. കുക്കർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കാണ് പാലൊഴിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ റൈസ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. സാധാരണ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കണ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത റൈസ് ഇല്ലേ, നമ്മൾ അത്യാവശ്യത്തിലധികം വേവിച്ച് കുക്ക് ചെയ്ത റൈസിലേക്ക് നമ്മൾ പാലൊഴിക്കുന്നു, കേടൊഴിക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തിളപ്പിച്ചിട്ടാണ്. പാല് തിളപ്പിക്കുക മീൻസ് ഈ പാല് തിളപ്പിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ തിളപ്പിച്ച പാലാണ് തിളപ്പിച്ച പാലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നെങ്കിൽ എന്ത് ചെയ്യുക, തിളപ്പിച്ച പാൽ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ ഒരു പച്ചരി, ഞാൻ ഇവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു പച്ചരി നമ്മൾ ഒരു 2-3 വീസിലടിച്ചിട്ട് വേവിക്കുക. അപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ വേവൽ കുറവാവുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഓരോരോ രീതിയിലാവും ചിലപ്പോൾ വരിക. അപ്പോൾ അതുകൊണ്ട് വേവ് ഇത്തവണ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, എനിക്കിതുകൊണ്ട് എടുത്തിട്ട് എത്ര ഇളക്കിയിട്ടും എനിക്ക് കിട്ടിയില്ല. പിന്നെ അത് കയ്യിലൊരു ഫോണും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇളക്കാൻ പറ്റാണ്ടിരുന്നത്. ഈ ഒരു കുക്കറിൻ്റെ പിടി വെച്ചിട്ടാണല്ലോ ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഞാൻ മാളുവിനോട് ഫോണൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ വേവ് വേണം, കാരണം വേവ് കുറവാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് തന്നെ ഞാൻ തൈര് ഒഴിച്ചു. ഒരു 3-4 ടീസ്പൂണോളം നല്ല കട്ട തൈര് ഈ ഒരു ചോറില്ലേ, നമ്മൾ കുറച്ച് കുക്കായിട്ടുണ്ട്, അത്യാവശ്യം കുക്കായി, പക്ഷേ ഇങ്ങനെ ഉടയുന്ന രീതിയിലായില്ല. എന്നാലല്ലേ നമ്മുടെ കേർഡ് റൈസ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ കാണാൻ ഭംഗി എന്നല്ല, അതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കേർഡ് റൈസ് ഫാനാണ് കേട്ടോ. ഇപ്പോൾ നോർത്തിലൊക്കെ പോയാലോ അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ മംഗലാപുരമൊക്കെ പോണ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും കർണാടക സ്റ്റേറ്റൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും കേർഡ് റൈസ് ഞാൻ ചോദിച്ച് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ലഞ്ച് ടൈമിൽ മീൽസ് നമ്മളെവിടെയും കിട്ടാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് പൊട്ടത്തരാണ് കാണിച്ചത് അറിയോ, ഇങ്ങനെ ഒരു നീല ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൗളല്ല, സോറി, ഒരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. പോട്ടെ, നീല ചോപ്പോ എന്തോ ആയിക്കോട്ടെ, പോട്ടെ. അതിലേക്ക് ഞാൻ ഈ കുക്ക് ചെയ്ത റൈസ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഈശ്വര, ഞാൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഇത് ഞാൻ എല്ലാം കൂടെ ഇട്ട് കുക്കറിൽ തന്നെ 1-2 പ്രാവശ്യം കൂടെ വിസിലടുപ്പിച്ചാൽ പോരെ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കുക്കറിൽ വിസിൽ 1-2 വിസിലും കൂടെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് പോകുമോ എന്നുള്ളത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇതൊന്ന് ജസ്റ്റ് അടച്ച് വേവിക്കേ വേണ്ടിണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. കാരണം പെട്ടെന്ന് വേവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലും തൈരും ഒരുമിച്ച് മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്കൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. പാലും തൈരും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അരിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല കേർഡ് റൈസ് ഉണ്ടാക്കാൻ പാകത്തിന് പറ്റിയ ചോറായിട്ട് തന്നെ കിട്ടും. പിന്നെയും നമ്മൾ ചൂടാറിയതിന് ശേഷം ചിലവർ തൈര് ചേർക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കാം, ഞാനിങ്ങനെ ഉണ്ടാക്കിയത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. ഏത് രീതിയിലും ഉണ്ടാക്കാം. നിങ്ങളുടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് വേ ആണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം ഞാനതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ റൈസൊക്കെ അവിടെ എല്ലാം പാകത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിൽ 7 മണിയായി. രാവിലെ ഞാനിരുന്ന് ഡബ് ചെയ്യാണ് കേട്ടോ. 7 മണിയായി. അതിൻ്റെ ഈ മണിയാണ് കേട്ടോ കേൾക്കുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ അതിനുശേഷം ഗ്യാസൊക്കെ കത്തിച്ച് നമ്മളൊരു കടായി, ഒരു കുഞ്ഞൊരു കരണ്ടി പോലെ ഇല്ലേ, അത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് എന്താ ഇട്ടത് ഞാൻ മറന്നുപോയി, കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ടത്. കായത്തിൻ്റെ പൊടി ഇടണു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വറ്റൽ മുളക്, കുറച്ച് കടുക്. നിങ്ങൾക്ക് കടുക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് ചേർത്തോളൂ. ചിലവർ ജീരകം ചേർക്കും, ഏത് രീതിയിലും. പക്ഷെ കേർഡ് റൈസിൽ ഒരുമാതിരി അല്ലാതെ കുറേ സാധനങ്ങൾ നമ്മൾ വറുത്തിടാൻ, താളിക്കാൻ വേണ്ടി ഇടുന്ന സമയത്താവുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തായാലും പോവും. നിങ്ങൾ കായം ഒരിക്കലും മറക്കരുത് കേട്ടോ. കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇന്നിവിടെ ചേർക്കുന്നത്. കാരണം ഉരുക്കി വെച്ചിരിക്കുന്ന കായം ഇതിൽ എത്രമാത്രം സ്യൂട്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് എത്രമാത്രം കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുക്കി വെച്ചതല്ല ചേർക്കുന്നത്. സാധാരണ നോർമലായിട്ടുള്ള നമ്മുടെ കായത്തിൻ്റെ പൊടിയില്ലേ, കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്.
ഇവ ഇതിപ്പോൾ ഡബ് ചെയ്യണ സമയത്ത് എനിക്ക് രാവിലെ കുറച്ച് തൈര് സാദം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിട്ടോ. കാരണം നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചിലവരിതിൽ നമ്മളുടെ അനാറില്ലേ അതെല്ലാം ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോർമലി റെസ്റ്റോറൻറ്റിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. മല്ലിയില അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മല്ലിയില ഇവിടെ ഇരിക്കുന്നതുണ്ടോ എന്ന് ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. കുറേ നേരമായിട്ടും എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഫ്രിഡ്ജിൽ കുറച്ച് ഇരിക്കാനുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഇങ്ങനെ കുഴയണം കേർഡ് റൈസിന്. അല്ലാണ്ട് അരി ഇങ്ങനെ കടിക്കണ രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് അരി വേവാത്ത രീതിയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കേർഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു സുഖമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചോറ് ഇങ്ങനെ കുഴഞ്ഞിരിക്കണ ചോറ്. ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എപ്പോഴേലും ഒരു അമളി പറ്റിയെന്ന് വിചാരിക്കുക, അധികം ചോറ് വെന്ത് പോയി. ഇപ്പം നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചോറ് അധികം വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കേർഡ് റൈസ് ട്രൈ ചെയ്യാം, സുഖമാണ്. കാരണം അപ്പോൾ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ്, ഈ ഒരു മെത്തേഡ് ഒന്നും ഫോളോ ചെയ്യണമെന്നില്ല. ജസ്റ്റ് അതിലേക്ക് കുറച്ച് പാലും തൈരും കൂടെ ആഡ് ചെയ്യണം എന്നേ ഉള്ളൂ. ഞാൻ പാൽ ആഡ് ചെയ്യാൻ കാരണം അത്യാവശ്യം പുളിയുള്ള തൈര് ഞാൻ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പാലും കൂടെ ചേർത്തത് കേട്ടോ. അല്ലെങ്കിൽ പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ നല്ല പുളിയുള്ള തൈരല്ല, കുറച്ച് പുളിയുള്ള കട്ട തൈരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് മല്ലിയില ഞാൻ കുറേ നേരം തപ്പി നടന്ന് കിട്ടിയ മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കേർഡ് റൈസിൻ്റെ മിനുക്ക് പണികളെല്ലാം തീർന്നു. ഞാൻ നന്നായിട്ട് ഇങ്ങനെ മാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്രത്തോളം മാഷ് ചെയ്യണോ അത്രത്തോളം. നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ ചോറ് ഇങ്ങനെ നമ്മൾ കൂട്ടാനിൽ നല്ലോണം ഇങ്ങനെ കുഴച്ച് കൊടുക്കില്ലേ, ആ രീതിയിലാവും കേട്ടോ. ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ്. കാരണം തൈരൊന്നും കൂട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ. അതിനിടയിൽ കുട്ടൂന് ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിത്ത് സോയാ ചങ്ക്സും കൂടിയാണ് കേട്ടോ. സോയാ ചങ്ക്സിൻ്റെ ഈ ഒരു പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്യൂ. സാധാരണ എല്ലാവരും സോയാ ചങ്ക്സ് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വ്യത്യസ്ത രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കഠിന പ്രയത്നം ചെയ്തത് കേട്ടോ, ഈ ഒരു സോയാ റോസ്റ്റിലേക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ അമ്മയാണെന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ഇതേപോലെ കേർഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ ചേരുമെന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ബിരിയാണി ഇത്തിരി സ്പൈസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമല്ലേ, നല്ല എരിവും അങ്ങനെയൊക്കെ ഇരിക്കണതല്ലേ. നമ്മൾ നോർമൽ റോ ആയിട്ടിരിക്കണ നമ്മളുടെ ഏതെങ്കിലും ദോശയോ ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. രാത്രി ഇങ്ങനെ കുഞ്ഞ് തട്ട് ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോയാബീൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തില്ലേ നമ്മൾ കുരുമുളകൊക്കെ ഇട്ട്, കാണാണ്ടോ നിങ്ങൾക്ക്? കാണണ്ട മാള്? ഇതും റെഡിയായി. ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ തൈര് സാദം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വിസ്തരിച്ച് കാണിച്ചില്ല. ഇതാ തൈര് സാദം ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ ഫോണിൽ എന്തോ നോക്കാൻ പോയപ്പോഴേക്കും 8ന്റെ പണി കിട്ടി. കണ്ടോ, ഇത് ആകെ കരിഞ്ഞടി പിടിച്ചു. സാധാരണ അത് അടി പിടിക്കാത്ത കുക്കറാണ്, പക്ഷെ തൈര് സാധാ കാരണമല്ലേ. ഞാൻ വേണേ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇതാ സംഭവം അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണേ ഞങ്ങൾക്ക് കാണിച്ചു തരാം. തെളിവ് സൈഡ് ഇതാ ചോറ് വേസ്റ്റ് ആയിപ്പോയി. എനിക്ക് സങ്കടം വരുന്നത് കണ്ടിട്ട്. ഞാൻ 2ാമത് വിസിൽ വെച്ചിട്ട് പോയതാ, അപ്പം കിട്ടിയ പണിയാണിതാ. കണ്ടോ അവസ്ഥ നോക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഈ കുക്കർ അടി പിടിക്കാറില്ല. എനിക്ക് തോന്നുന്നു അത്രയും വെള്ളം ഉണ്ടാവുകയായിരിക്കും. ഞാൻ ആ സമയത്ത് എന്തോ ചെയ്യാൻ വേണ്ടി ആരും വിളിച്ചപ്പോട്ട് പോയതാണ് കേട്ടോ. അമ്മയ്ക്ക് വിളിച്ച ആ സമയത്ത് അപ്പോൾ പോയതാണ്. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മേലെ ഭാഗത്തെ ചോറ് കൊടുത്തു. പിന്നെ കുറച്ച് ചോറ് വെച്ചത് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതും കൂടെ മിക്സ് ചെയ്തിട്ട് തൈര് സാദം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സോയാബീൻ ഫ്രൈയും ഉണ്ടാക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ഒരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്യൂ കേട്ടോ. സാധാരണ തൈര് സാദത്തിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈ അല്ലേ ട്രൈ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഉപ്പിലിട്ടത്, അച്ചാറ്, പപ്പടം ഇതൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാറുള്ളത്. കൊണ്ടാട്ടമുളകും തൈര് സാദത്തിനും സൂപ്പറാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ട്രൈ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.